നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. വയനാടിനെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നെന്ന് LDF. കോട്ടയത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും. കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ പകപോക്കൽ നടത്തുന്നുവെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ്. പൊൻകുന്നം പള്ളിയിൽ അമലോദ്ഭവ തിരുനാളിന് കൊടിയേറി. ഞായറാഴ്ച പ്രധാന തിരുനാൾ. പാലാ ജൂബിലിയുടെ ആവേശത്തിൽ പാലാ നഗരം. അലങ്കാരങ്ങൾ നിറഞ്ഞ നഗരവീഥികൾ. പ്രധാന തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ. വാർത്തകൾ വിശദമായി. വയനാടിനോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDFന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് സമരം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ രാജ്യത്തിന്റെ ബഹുസ്വരത ഇല്ലാതാക്കുകയും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്ന നടപടികളുമായി മുന്നോട്ടു പോകുകയാണെന്ന് ഡോക്ടർ N. ജയരാജ് പറഞ്ഞു. വയനാട് ദുരന്തം നടന്ന 4 മാസങ്ങൾ പിന്നിട്ടിട്ടും കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് LDF സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിലും മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലും കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലാണ് സമരം നടന്നത്. ഇതിന്റെ ഭാഗമായി കോട്ടയത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും ഉപരോധ സമരവും നടന്നു. മാമൻ മാപ്പിള ഹാളിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. തുടർന്ന് നടന്ന ഉപരോധ സമരം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരന്തത്തിന് ശേഷം പ്രകൃതിക്ഷോഭം ഉണ്ടായ ബീഹാറിനും അസമിനും അടക്കം കേന്ദ്ര സഹായം ലഭ്യമാക്കിയിട്ടും കേരളത്തോട് കാട്ടുന്ന അവഗണന അംഗീകരിക്കാനാവില്ലെന്ന് ഡോക്ടർ N. ജയരാജ് പറഞ്ഞു. GST നടപ്പാക്കിയപ്പോൾ സംസ്ഥാനങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞിരുന്ന നഷ്ടപരിഹാരം ഏറെക്കാലമായി നൽകുന്നില്ല. ഇതിനു പുറമെ കേരളത്തിന് ലഭിക്കേണ്ട GST വിഹിതവും യഥാസമയം നൽകുന്നില്ല. രാഷ്ട്രീയ പകപോക്കലാണ് ഇതിനെല്ലാം പിന്നിലെന്നും ഡോക്ടർ N. ജയരാജ് പറഞ്ഞു. രണ്ടാം പിണറായി ഗവൺമെന്റ് ഉൾപ്പെടെ ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്ന ശേഷം കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന കേവലമായ രാഷ്ട്രീയ മുദ്രാവാക്യത്തിനപ്പുറത്ത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ, അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എത്രമാത്രം മനസ്സാക്ഷിയില്ലാത്തതാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു വ്യത്യാസവുമില്ല. പ്രധാന കാരണം ഇതിനെ ഒരു സാമ്പത്തിക പ്രശ്നമല്ല സത്യത്തിൽ. ഇത് പൂർണ്ണമായി തന്നെ കേന്ദ്ര ഗവൺമെൻറ് രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി ദീർഘകാലമായി രണ്ടാം തവണയും കേരളത്തിൽ വന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ട് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ഏതർത്ഥത്തിലും ഞെരുക്കുക എന്നുള്ള കൃത്യമായ ലക്ഷ്യമാണ്. CPM ജില്ലാ സെക്രട്ടറി AV റസൽ അധ്യക്ഷനായി. CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VB ബിനു, കേരള കോൺഗ്രസും ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു, CK ആശ MLA, അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA, CPM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K. അനിൽകുമാർ, LDFിലെ വിവിധ ഘടകകക്ഷി നേതാക്കളായ ലതിക സുഭാഷ്, രാജീവ് നെല്ലിക്കുന്നേൽ, അഡ്വക്കേറ്റ് റജി സക്കറിയ, KV ബിന്ദു, ജോസ് പുത്തൻകാല തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം തിരുക്കുടുംബ ഫൊറോന ദേവാലയത്തിൽ അമലോദ്ഭവ തിരുനാളിന് കൊടിയേറി. പള്ളി വികാരി ഫാദർ ജോണി ചെരിപ്പുറം കൊടിയേറ്റി. പൊൻകുന്നത്തിന് വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും 4 ദിനങ്ങൾ. തിരുക്കുടുംബ ഫെറോന ദേവാലയത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജോണി ചെരിപ്പുറം കൊടിയേറ്റി. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വിവിധ സമയങ്ങളിൽ പരിശുദ്ധ കുർബാന, ജപമാല പ്രദക്ഷിണം എന്നിവ നടക്കും. ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് ടൗൺ കുരിശുപള്ളി ചുറ്റി ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം നടക്കും. തുടർന്ന് ആകാശവിസ്മയം നടക്കും. ഞായറാഴ്ച വൈകുന്നേരം ഫാദർ ആന്റണി ചന്നക്കാട്ടുകുന്നേൽ പരിശുദ്ധ കുർബാന അർപ്പിക്കും. തുടർന്ന് 6 മണിക്ക് പ്രദക്ഷിണത്തിന് ശേഷം കൊടിയിറങ്ങും. കലാപരിപാടികളുടെ ഭാഗമായി രാത്രി 7:30 പാലാ ഷിബൂസ് മ്യൂസിക് അക്കാദമി അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കേരളോത്സവം ഈ മാസം 7, 8 തീയതികളിൽ കാഞ്ഞിരപ്പള്ളിയിൽ നടക്കും. 7-ന് കായിക മത്സരങ്ങളും 8-ന് കലാമത്സരങ്ങളും അരങ്ങേറും.
കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും സംയുക്തമായി നടത്തുന്ന ബ്ലോക്ക് തല കേരളോത്സവം ഡിസംബർ 7-8 തീയതികളിൽ നടക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞിരപ്പള്ളി AKGM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കേരളോത്സവത്തിൽ കലാകായിക രചനാ മത്സരങ്ങൾ നടക്കും. 7-ാം തീയതി രാവിലെ 8:30 അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLA കേരളോത്സവം ഉദ്ഘാടനം ചെയ്യും. ആദ്യ ദിനം അത്ലറ്റിക് മത്സരങ്ങളും രചനാ മത്സരങ്ങളും നടക്കും. ഡിസംബർ 8 ഞായറാഴ്ച വിവിധ കലാമത്സരങ്ങളും സമാപന സമ്മേളനവും നടക്കും. പഞ്ചായത്തിന്റെ സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ സംയുക്തമായി നടത്തുന്ന ബ്ലോക്ക് തല കേരളോത്സവമാണ് ഡിസംബർ മാസം 7-8 തീയതികളിൽ AKGM സ്കൂളിൽ വെച്ച് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്നത്. ഈ ബ്ലോക്ക് തല കേരളോത്സവത്തിൽ 7 ഗ്രാമപഞ്ചായത്തുകളും ആണ് പങ്കെടുക്കുന്നത്. അവിടുന്ന് ജയിച്ചു വരുന്ന യുവജനങ്ങളാണ് പങ്കെടുക്കുന്നത്. അതിൽ വിവിധ കലാകായിക മത്സരങ്ങളാണ് നടത്തപ്പെടുന്നത്. ആ കലാകായിക മത്സരത്തിലോട്ട് ഈ നാട്ടിലെ എല്ലാ ആൾക്കാരെയും സ്നേഹപൂർവ്വം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്, സംഘാടക സമിതി വൈസ് ചെയർമാൻ ജോളി മടുക്കക്കുഴി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷക്കീല നസീർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മോഹനൻ TJ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലാക്കാരുടെ ആഘോഷമായ ജൂബിലിയുടെ പ്രധാന ദിവസങ്ങൾക്കായി പാലാ നഗരം ഒരുങ്ങി. നഗരവീഥികൾ അലങ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞു. ജൂബിലിക്ക് മാറ്റുകൂട്ടാൻ പാലാ കാർണിവൽ ആരംഭിച്ചു. ഡിസംബർ 7-8 തീയതികളിലാണ് പ്രധാന തിരുനാൾ. ജൂബിലി തിരുനാളിനൊരുങ്ങി പാലാ നഗരം. നഗരവേദികൾ വൈദ്യുത ദീപാലങ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞു. ജൂബിലിക്ക് മാറ്റുകൂട്ടാൻ പാലാ കാർണിവൽ ആരംഭിച്ചു. പുഴക്കര മൈതാനത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഗെയിമുകളും വിവിധയിനം പക്ഷികളുടെയും മത്സ്യങ്ങളുടെയും പ്രദർശനങ്ങളും ഇതിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. രുചികളുടെ വൈവിധ്യവുമായി ഫുഡ് ഫെസ്റ്റ് നാളെ ആരംഭിക്കും. ഭക്തിനിർഭരമായ തിരുക്കർമ്മങ്ങൾ, ബൈബിൾ പ്രഭാഷണങ്ങൾ, തിരുനാൾ പ്രദക്ഷിണങ്ങൾ, മരിയൻ റാലി, ജൂബിലി സാംസ്കാരിക ഘോഷയാത്ര, 2-വീലർ ഫാൻസറസ് മത്സരം, ബൈബിൾ ടാബ്ലോ മത്സരം, ദീപ അലങ്കാര മത്സരം, നാടകമേള എന്നിവ ജൂബിലി തിരുനാളിനനുബന്ധിച്ച് ഉണ്ടാവും. 7-ാം തീയതി രാവിലെ 7:30 അമൽഫാമാതാന്റെ തിരുസ്വരൂപം പന്തലിൽ പ്രതിഷ്ഠിക്കും. 8-ന് പാലാ സെന്റ് മേരീസ് സ്കൂളിലെ കുട്ടികളുടെ മരിയൻ റാലി നടക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സാംസ്കാരിക ഘോഷയാത്ര, 2-വീലർ ഫാൻസറസ് മത്സരം, ബൈബിൾ ടാബ്ലോ മത്സരം എന്നിവ നടക്കും. വൈകുന്നേരം 6-ന് കത്തനൽപ്പള്ളി, ലാലം പുത്തൻപള്ളി എന്നിവിടങ്ങളിൽ നിന്നും വിശുകുർബാനയ്ക്ക് ശേഷം ആഘോഷകരമായ പ്രദക്ഷിണം കൊട്ടാരമറ്റം ജംഗ്ഷനിൽ എത്തിച്ചേർന്ന് ടൗൺ കുരിശുപള്ളിയിലേക്ക് നടക്കും. പ്രധാന തിരുനാൾ ദിനമായ 8-ാം തീയതി രാവിലെ 6:30 വിശുകുർബാന. 10 മണിക്ക് രൂപതാധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ട് കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. വൈകിട്ട് 4 മണിക്ക് പട്ടണം ചുറ്റിയുള്ള ആഘോഷകരമായ തിരുനാൾ പ്രദക്ഷിണം. 9-ാം തീയതി രാവിലെ 11:15 മാതാവിന്റെ തിരുസ്വരൂപം കുരിശുപള്ളിയിൽ പ്രതിഷ്ഠിക്കുന്നതോടെ തിരുനാളിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, പാലാ. ആർപ്പൂക്കര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പൂരം അരങ്ങേറി. ഉത്സവത്തിന്റെ 7-ാം ദിവസം നടക്കുന്ന കാഴ്ചശ്രീ ബലിയാണ് പൂരമായി ആഘോഷിക്കുന്നത്. കോട്ടയം ആർപ്പൂക്കര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് പൂരം അരങ്ങേറി. വർണ്ണത്താള വിസ്മയങ്ങൾ നിറഞ്ഞ പൂരം ആവേശമായി മാറി. ക്ഷേത്ര ഉത്സവത്തിന്റെ 7-ാം ദിവസം നടക്കുന്ന കാഴ്ചശ്രീ ബലിയാണ് പൂരമായി ആഘോഷിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ആനകളുടെ എണ്ണം കുറച്ചിരുന്നു. 7 ആനകളായിരുന്നു മുൻപ് പൂരത്തിലുണ്ടായിരുന്നത്. ഇത്തവണ 3 ആനകളെ മാത്രമാണ് എഴുന്നള്ളിച്ചത്. എങ്കിലും പൂരപ്രേമികളുടെ ഉത്സാഹം കുറഞ്ഞില്ല. മലയാലപ്പുഴ രാജനാണ് തിടമ്പേറ്റിയത്. മയിലാട്ടവും കുടമാറ്റവും നാഗസ്വരവും എല്ലാം താളവർണ്ണ പ്രപഞ്ചം തീർത്തു. വേലിക്കുട്ടി ആശാനും സംഘവും ആൽത്തറമേളം ഒരുക്കി. കോടതി നിർദ്ദേശത്തെ തുടർന്ന് ആനകൾ തമ്മിലും ജനങ്ങളും ആനകളും തമ്മിലും അകലം പാലിച്ചാണ് പൂരം നടത്തിയത്. വെള്ളിയാഴ്ച മഹാപ്രസാദമൂട്ട് നടക്കും. ശനിയാഴ്ച ആറാട്ടോടെ ഉത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ലോക എയ്ഡ്സ് ദിനാചരണത്തോടനുബന്ധിച്ച് പാമ്പാടിയിൽ വിവിധങ്ങളായ പരിപാടികൾ നടന്നു. പെർഫെക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിന്റെ നേതൃത്വത്തിൽ തെരുവ് നാടകവും റാലിയും സംഘടിപ്പിച്ചിരുന്നു.
ലോക എയ്ഡ്സ് ദിനാചരണത്തോടനുബന്ധിച്ച് പാമ്പാടിയിൽ വിവിധങ്ങളായ പരിപാടികൾ നടന്നു. പാമ്പാടി പെർഫെക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ദിനാചരണം താലൂക്ക് ആശുപത്രി RMO ഡോക്ടർ എബ്രഹാം നിബി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഡാലി റോയി, ഹെൽത്ത് ഇൻസ്പെക്ടർ സനൽകുമാർ M, വാർഡ് മെമ്പർ ഷേർലി തരിയൻ, ഹെഡ് നഴ്സ് സ്വപ്ന, പെർഫെക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് MD റീന വർഗീസ്, പെർഫെക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ടോണി ജോർജ്, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മനോജ്, ASI ബെന്നി ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. പെർഫെക്റ്റ് കോളേജ് പ്രിൻസിപ്പൽ അർച്ചന വത്സരൻ, അധ്യാപകരായ റീനുക്കുട്ടി ജോൺ, ജിൻസി മോൾ പീറ്റർ എന്നിവരുടെ നേതൃത്വത്തിൽ പാമ്പാടി സ്റ്റാൻഡിൽ നിന്നും റാലി ആരംഭിച്ച് പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചേർന്നു. കുട്ടികൾ എയ്ഡ്സ് ബോധവൽക്കരണത്തെ പറ്റി തെരുവ് നാടകം അവതരിപ്പിച്ചു. കങ്ങഴ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളും സഹകരിച്ചു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. പാലാ കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അപ്പവും അരവണയും ശബരിമല തീർത്ഥാടകർക്കായി ഒരുക്കി. ഒരു ടിൻ അരവണയ്ക്ക് 80 രൂപയും അപ്പത്തിന് 30 രൂപയുമാണ് വില. ശബരിമല തീർത്ഥാടകർക്ക് അപ്പവും അരവണയും ഒരുക്കി കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. ഒരു ടിൻ അരവണയ്ക്ക് 80 രൂപയും ഒരു പാക്കറ്റ് അപ്പത്തിന് 30 രൂപയുമാണ് ഈടാക്കുന്നത്. ശബരിമലയിൽ നിന്ന് ലഭിക്കുന്ന അരവണ, അപ്പം എന്നിവ അപേക്ഷിച്ച് വില കുറവുള്ളതിനാൽ ഇവ വാങ്ങുന്നതിന് ഇവിടെ തിരക്കേറുന്നു. പൂർണ്ണമായും യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് ഇവിടെ നിർമ്മാണം. മറയൂരിൽ നിന്നും കൊണ്ടുവരുന്ന ശർക്കരയും ശുദ്ധമായ നെയ്യും ഏലക്കായും അരിയുമാണ് ഇതിന്റെ ചേരുവകൾ. സന്നിധാനത്തെ തിരക്കിലും ക്യൂവിലും നിന്ന് അപ്പവും അരവണയും വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ നിന്നും സുഗമമായി അപ്പവും അരവണയും വാങ്ങിക്കാം. ഇതുകൂടാതെ വിപുലമായ സൗകര്യങ്ങളാണ് അയ്യപ്പ ദർശനത്തിനായി പോകുന്നവർക്ക് കടപ്പാട്ടൂർ ഇടത്താവളം ഒരുക്കിയിരിക്കുന്നതെന്ന് ദേവസ്വം സെക്രട്ടറി പറഞ്ഞു. കഴിഞ്ഞ സീസണുകളെ അപേക്ഷിച്ച് ഇത്തവണ വിശാലമായ പാർക്കിംഗ് സൗകര്യവും ക്ഷേത്രത്തിന് സമീപത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ എത്തുന്ന ഭക്തർക്ക് 3 നേരവും അന്നദാനവും നടത്തുന്നുണ്ട്. അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദ ഡോക്ടർമാരുടെ സേവനവും ക്ഷേത്രത്തിന് അടുത്ത് ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ സ്പെഷ്യൽ പാഴ്സൽ കൗണ്ടർ ഉദ്ഘാടനം ചെയ്തു. ക്രിസ്തുമസ് ന്യൂ ഇയർ തിരക്ക് പ്രമാണിച്ചാണ് പ്രത്യേക കൗണ്ടർ തുറന്നത്. ക്രിസ്തുമസ് ന്യൂ ഇയർ തിരക്ക് പ്രമാണിച്ച് പാലാ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പാഴ്സലുകൾ അയക്കുന്നതിന് പ്രത്യേക പാഴ്സൽ കൗണ്ടറും ആശംസാ കാർഡുകൾ അയക്കുന്നതിനുള്ള പ്രത്യേക പോസ്റ്റ് ബോക്സും ഉദ്ഘാടനം ചെയ്തു. പാലാ മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ വിദേശ രാജ്യങ്ങളിലേക്കും പാഴ്സലുകൾ അയക്കുന്നതിനു വേണ്ടി അന്താരാഷ്ട്ര പാഴ്സൽ കൗണ്ടറും രാജ്യത്തിനകത്ത് പാഴ്സലുകൾ അയക്കുന്നതിനു വേണ്ടി ഡൊമസ്റ്റിക് പാഴ്സൽ കൗണ്ടറും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ സജ്ജീകരിച്ചിട്ടുണ്ട്. പാഴ്സലുകൾ അതീവ സുരക്ഷയോടെ പാക്ക് ചെയ്യുന്നതിന് പാക്കിംഗ് യൂണിറ്റും ഒരുക്കിയിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പോസ്റ്റ് മാസ്റ്റർ രഞ്ജിത്ത് MS, റിക്രിയേഷൻ ക്ലബ്ബ് സെക്രട്ടറി സുജിത് മോഹൻ, വിവിധ സംഘടനാ പ്രതിനിധികൾ, തപാൽ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. തപാൽ സേവനങ്ങളെ സംബന്ധിച്ച അന്വേഷണങ്ങൾക്ക് 0488212999 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പാലാ. ആഗോള വൈവിധ്യങ്ങളുമായി പാലായിൽ ഭക്ഷ്യമേളയ്ക്ക് ഈ മാസം 6-ന് തുടക്കമാകും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലാ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിലാണ് പാലാ ഫുഡ് ഫെസ്റ്റ് 2024 സംഘടിപ്പിക്കുന്നത്. ഡിസംബർ 6-ന് വൈകുന്നേരം 6 മണിക്ക് മാണി സി കാപ്പൻ MLA ഫുഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ഫുഡ് ഫെസ്റ്റ് പാലാ ഫുഡ് ഫെസ്റ്റ് 2024 പാലയുടെ ഹൃദയഭാഗമായ കുഴക്കര മൈതാനത്ത് വെച്ച് നമ്മൾ സംഘടിപ്പിക്കുകയാണ്. ഡിസംബർ 6 തൊട്ട് 10 വരെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന മനോഹരമായ പ്രോഗ്രാമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 50-ലധികം സ്റ്റോൾസ്, അതിനകത്ത് 30-ലധികം ഫുഡിന്റെ സ്റ്റോൾസ് ഇപ്പോൾ തന്നെ എല്ലാം റെഡിയായി അറേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അറിയിപ്പ്. ജില്ലയിൽ 3ാം ഘട്ട ഡിജിറ്റൽ സർവേ നടക്കുന്ന കോട്ടയം താലൂക്കിലെ ഐമനം, കൈപ്പുഴ, വൈക്കം താലൂക്കിലെ മാഞ്ഞൂർ എന്നീ വില്ലേജുകളിലേക്കും ജീവനക്കാരുടെ യാത്രാ സൗകര്യത്തിനും സർവേ ഉപകരണങ്ങൾ അതാതു സ്ഥലങ്ങളിൽ എത്തിക്കുന്നതിനും 1 വർഷത്തേക്ക് ടാക്സി പെർമിറ്റുള്ള വാഹനങ്ങൾ മാസവാടകയ്ക്ക് ലഭിക്കുന്നതിനായി വ്യക്തികൾ, വാഹന ഉടമകൾ, സ്ഥാപനങ്ങളിൽ നിന്ന് കൊട്ടേഷനുകൾ ക്ഷണിച്ചു. കൊട്ടേഷൻ ഡിസംബർ 13 വൈകിട്ട് 5 മണി വരെ കോട്ടയം റിസർവേ അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ സ്വീകരിക്കും. വിവരങ്ങൾക്ക് ഫോൺ 9747946564. അനാരോഗ്യകരമായ ചുറ്റുപാടിൽ തൊഴിലെടുക്കുന്നവരുടെ ആശ്രിതർക്കുള്ള സെൻട്രൽ പ്രീമെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് 2025 ഫെബ്രുവരി 15 വരെ അപേക്ഷിക്കാം. തോട്ടിപ്പണി ചെയ്യുന്നവർ, അപകടകരമായ മാലിന്യ നീക്കത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ, മാലിന്യം ശേഖരിക്കുന്നവർ എന്നീ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെയും അഴുക്കുചാലിലെ ഇരകളുടെയും ആശ്രിതർക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് ഫോൺ 048125622503.
പാമ്പാടി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം 6, 7, 8, 9 തീയതികളിൽ നടക്കും. 6-ാം തീയതി വൈകുന്നേരം വോളിബോൾ മത്സരം കുറ്റിക്കൽ സഹൃദയ ഗ്രന്ഥ ഗ്രൗണ്ടിൽ വെച്ച് നടക്കും. 7-ാം തീയതി കലാമത്സരങ്ങൾ കമ്മ്യൂണിറ്റി ഹാൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. 9-ാം തീയതി നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാടിനെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നെന്ന് LDF. കോട്ടയത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും. കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ പകപോക്കൽ നടത്തുന്നുവെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ്. പൊൻകുന്നം പള്ളിയിൽ അമലോദ്ഭവ തിരുനാളിന് കൊടിയേറി. ഞായറാഴ്ച പ്രധാന തിരുനാൾ. പാലാ ജൂബിലിയുടെ ആവേശത്തിൽ പാലാ നഗരം. അലങ്കാരങ്ങൾ നിറഞ്ഞ നഗരവീഥികൾ. പ്രധാന തിരുനാൾ ശനി, ഞായർ ദിവസങ്ങളിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.